Guys, welcome to my channel. MN-D90 എന്ന് പറഞ്ഞ മോഡൽ RC കാറിന്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ വാച്ച് ദ വീഡിയോ ടിൽ ദ എൻഡ്. ഡിഫൻഡർ ആണിത്. ഏകദേശം 4000 rupees വരുന്ന പ്രൊഡക്റ്റ് ആണിത്. നിങ്ങൾക്ക് ബാങ്ക്വുഡ് സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബോക്സിൽ നമുക്ക് വരുന്നത് ഒരു 7.4 വോൾട്ടിൻ്റെ ബാറ്ററി വരുന്നുണ്ട്. റീചാർജബിൾ ബാറ്ററിയാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. റിമോട്ടിൽ യൂസ് ചെയ്യുന്നത് സാധാ ബാറ്ററീസാണ്. പിന്നെ നമുക്കിത് കസ്റ്റം ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു റൂഫ് ടോപ്പും കൂടെ വരുന്നുണ്ട്. നമുക്കിത് ബിൽറ്റിനായിട്ട് കമ്പനി തരുന്ന റൂഫ് ടോപ്പാണിത്. നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ഈ റൂഫ് വയ്ക്കാം. അപ്പം നമുക്കൊരു ജിപ്സിയുടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് ബാറ്ററി റീചാർജ് ചെയ്യാനായിട്ട് അഡാപ്റ്റർ കേബിൾ മാത്രമാണ് കമ്പനി തരുന്നുള്ളൂ. നമുക്ക് ഏതെങ്കിലും റീചാർജ് ചെയ്യുന്ന, അതായത് അഡാപ്റ്റർ യൂസ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറക്കാവുന്നതാണ്. ബോണറ്റ് തുറന്നതിന് ശേഷം ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാം. ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് നമുക്കിത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.
ഇത് നമ്മളിപ്പോൾ എല്ലാം ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വൈപ്പർ ആയാലും മിറർ ആയാലും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കർ ആവശ്യത്തിന് മാത്രം ഒട്ടിച്ചിട്ടുള്ളൂ. നമുക്ക് ഇനിയും ബാക്കി ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇത്ര മാത്രം നമ്മൾ ഒട്ടിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് ഒരു മോട്ടറാണ് വന്നിരിക്കുന്നത്. ഒരു മോട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് 4x4ന്റെ ഒരു പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടയേഴ്സ് ആണെങ്കിൽ നോർമൽ റബ്ബർ ടയേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം, റബ്ബർ ടയേഴ്സ് ആണ് വരുന്നത്. 4 സൈഡും ഷോക്ക് അബ്സോർബർ ഉണ്ട്. ഹുഡ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പാണ്. ഇനി നമുക്ക് ടോയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല. എൻ്റെ ഭാഗത്ത് വേറൊരു ടോയ് ഉണ്ട്. ഇതിനകത്താണെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് റിമോട്ട്. റിമോട്ടിൽ ഇത് റൈറ്റും ഇത് ലെഫ്റ്റും ആണ് വരുന്നത്. ഇത് ഫോർവേഡും ഇത് ബാക്ക്വേഡും. ബാറ്ററീസ് നമ്മൾ ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഞാൻ ബാറ്ററി ഇട്ടിട്ടുണ്ട്. നമുക്ക് വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയാണ് വർക്കിംഗ് വരുന്നത്. നമുക്ക് ഇത്രയും ടോപ്പ് സ്പീഡാണ് നമുക്ക് വരുന്നത്. ഒരു സിംഗിൾ മോട്ടറാണ് വെച്ചിരിക്കുന്നത്. സിംഗിൾ മോട്ടറിൽ ഇങ്ങനെയാണ് വർക്കിംഗ് വരുന്നത്. ഓക്കെ, 2 ടൈപ്പ് റൂഫാണ് ഇതിന് വരുന്നത്. ഒന്നിപ്പോൾ ഈ കസ്റ്റം മോഡൽ റൂഫും പിന്നെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ടൈപ്പ്. അതായത് ജിപ്സി മോഡൽ നമുക്ക് ഇതിനകത്ത് കസ്റ്റം ചെയ്തെടുക്കാനും പറ്റും. ഈ ടൈപ്പാണ് നമുക്ക് നോർമലി വരുന്നത്. ദെൻ നമുക്കത് ട്രൈ ചെയ്യാം. നമുക്കിവിടെ 6 സ്ക്രൂസ് വരുന്നുണ്ട്. ഇവിടെ 2 എണ്ണം, ദെൻ ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. ഈ 6 സ്ക്രൂസ് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റൂഫ് ടോപ്പ് അഴിക്കാൻ പറ്റും. ഓക്കെ, ഏതായാലും ഞാൻ സ്ക്രൂസ് അഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെയായിരിക്കും നമുക്ക് ബോഡി കിട്ടുന്നത്. കമ്പനി തന്നിരിക്കുന്ന നമുക്ക് കസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂഫ് ടോപ്പാണിത്. നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. നമുക്ക് സ്ക്രൂ ചെയ്യണം. ഞാൻ ഇപ്പം സ്ക്രൂ ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതാണ് സെക്കൻഡ് റൂഫ് വരുന്നത്. നമുക്ക് ഈ 2 ഡിസൈനിൽ ഈ ടോയ് കസ്റ്റം ചെയ്യാൻ പറ്റും. ഇതാണ് ആ 2 മോഡൽസ്. ആക്ച്വലി ഇതൊരു 4000 റുപ്പീസിന് താഴെ വരുന്ന ടോയ്സിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് രണ്ടും.